ഹായ് ഓൾ, എല്ലാവർക്കും റീഡർ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇത്തവണ വീണ്ടും ഒരു കാനഡ വിശേഷം തന്നെയാണ് പറയുന്നത്. കാരണം എന്താ പറയുക, വിദേശ രാജ്യങ്ങളിലെ അവസ്ഥകളെക്കുറിച്ചിട്ടുള്ള തുറന്നു പറച്ചിലുകൾ ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ധാരാളം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളെടുത്ത തീരുമാനം ശരിയായിരുന്നോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഡിസിഷൻ എത്രമാത്രം നല്ലതായിരുന്നു എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി UK-ൽ ലോൺ എടുത്തിട്ട് പഠിക്കാൻ പോയൊരു പെൺകുട്ടി അവിടുത്തെ അവസ്ഥകളെക്കുറിച്ചിട്ട് തുറന്നു പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് 9 ലക്ഷത്തോളം ആൾക്കാരാണ് കണ്ടിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ തിരിച്ചു വന്നത് ഇപ്പോൾ ഒരു വർഷം ആയല്ലോ. നമ്മൾ വരുന്ന സമയത്ത് ഈ പറയുന്ന റിവേഴ്സ് മൈഗ്രേഷൻ അത്ര പോപ്പുലർ അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഒരുപാട് ആൾക്കാർ പുച്ഛിച്ചായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇവർക്ക് സർവേ ചെയ്യാൻ അറിയത്തില്ല, ഇവരെ ഒന്നിനും കൊള്ളില്ല, അങ്ങനത്തെ രീതിയിൽ ഞങ്ങൾ ഒരുപാട് ആൾക്കാർ പരിഹസിക്കുകയും നേരിട്ടും അല്ലാതെയും ഒക്കെ പരിഹസിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും കൂടെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം UK-യിലുള്ള പെൺകുട്ടി അതിനെക്കുറിച്ച് തുറന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ അതിൻ്റെ താഴെ കമൻ്റ് ഇടുന്നുണ്ട്. ആ കുട്ടി പറയുന്നത് ശരിയാണ്, അവിടെയൊക്കെ പോയിട്ട് ചില പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും, പക്ഷേ നമ്മൾക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സംഭവം ഒരിക്കലും കിട്ടില്ല. അത് പലരും തുറന്നു പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിദേശ രാജ്യത്തെ ജീവിതത്തിൻ്റെ സത്യാവസ്ഥ, ഇപ്പം UK-യിലോ കാനഡയിലോ ഒക്കെ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് നമ്മൾ അവരോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അവിടുത്തെ ലൈഫ് എന്ന് ചോദിച്ചെങ്കിൽ ആരും സത്യം പറയത്തില്ല. ഇപ്പം ഞങ്ങൾ കാനഡയിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്കറിയാവുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരാരും ഈ പറയുന്ന മാതിരി പച്ചയായ യാഥാർത്ഥ്യം പറയത്തില്ല. ഒന്നെന്ന് പറയുന്നത് അവരത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല, അത് വേറെ കാര്യം. പിന്നെ രണ്ട്, അവർ വിചാരിക്കും ഇപ്പോൾ അത് നമ്മളുടെ മാത്രം അവസ്ഥയായിരിക്കും. ഇനി ഇവരോട് പറഞ്ഞിട്ട് ഇവർക്ക് നല്ലതായിട്ടുള്ള ലൈഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തിനാണ് വെറുതെ നമ്മളൊരു ബാഡ് ഇമേജ് കൊടുക്കുന്നത്, അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും പലരും തുറന്ന് പറയാതിരിക്കുന്നത്. പിന്നെ വേറെ ചിലരുണ്ടാവും, കുഴപ്പമില്ല അവർക്ക് പണി കിട്ടിക്കോട്ടെ, അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്നുള്ള നിലപാടുള്ള ആൾക്കാരും ഉണ്ടാവും. എനിവേ ഇപ്പം കാനഡയിൽ നിന്നൊക്കെ ഒരുപാട് ഫേമസ് യൂട്യൂബേഴ്സൊക്കെ തിരിച്ച് പോവുകയാണ്. ഇപ്പം കക്ക ഷൈരീസ് എന്ന് പറയുന്ന വ്ളോഗ്, ഞാൻ കാനഡയിൽ പോകുന്നതിന് മുമ്പേ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നൊരു വ്ളോഗായിരുന്നു കക്ക ഷൈരീസിൻ്റെ. കക്ക ഷൈരീസ് കാനഡ വിടുകയാണ്. അവരുടെ പഴയ കാനഡ വ്ളോഗിനകത്തൊക്കെ അവർ കുറേയൊക്കെ റിയാലിറ്റീസ് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ജെഫിൻ പലവട്ടം തുറന്ന് പറയുന്നുണ്ട്, കാനഡ എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വർഗ്ഗമൊന്നുമല്ല, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള അവർ തുറന്ന് പറയുന്നുണ്ട്. അവർ കമ്പാരിറ്റീവ്ലി മറ്റുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അവർ പഠിച്ച കോളേജിൽ തന്നെ ജോലി കിട്ടിയ വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ ജെഫിന് ട്രക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി കിട്ടിയതാണ്. അവർക്ക് PR കിട്ടുന്നതിന് വലിയ തടസ്സമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് അവർ പോലും കാനഡ വിട്ട് പോവുകയാണ്. കാനഡ വിട്ട് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടഫ് ഡിസിഷൻ തന്നെയാണ്. അവർ ആ ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ സിറ്റുവേഷൻ അല്ല അവർക്ക് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരുന്നു, എന്നിട്ട് പോലും അവർ ആ ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ കാനഡയുടെ അവസ്ഥ വളരെ മോശമാണ്, നല്ല മോശമാണ്. ഇപ്പോഴാണ് പലരും അതിനെക്കുറിച്ചിട്ട് തുറന്ന് പറയാൻ റെഡി ആകുന്നത്. ഇപ്പം ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് നമുക്ക് ഫിനാൻഷ്യലി പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലാഴികയൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും സമാധാനമുണ്ട്. നമ്മളുടെ നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മളിവിടെയാണ് വേരുറപ്പിച്ച് നിൽക്കുന്നത്. നമ്മളിവിടെ അധ്വാനിച്ചു കഴിഞ്ഞാൽ തീർക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഞങ്ങളുടെ റൈറ്റ് ബോർഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ലോൺ അടഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ ബാധ്യതകൾ കുറച്ചൊക്കെ ആയിട്ടാണെങ്കിലും വീട്ടാനുള്ള പൈസ കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഇതുവരെയും വന്നിട്ട് നമ്മുടെ ലോണ് അടയ്ക്കാനുള്ള പൈസ കിട്ടാതെ ഇരുന്നിട്ടില്ല. അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. വളരെ പതുക്കെ ആണെങ്കിൽ പോലും നമ്മൾക്ക് ഈ പറയുന്ന ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, അത് ഉറപ്പുള്ള കാര്യമാണ്.
നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അല്ലാതെ അവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തൊക്കെ രീതിയിലാണ് എക്സ്പെൻസുകൾ ഓരോ വട്ടവും വരുന്നതെന്ന്. ഒരു ദിവസം അവിടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർന്നു, ആ ഒരു ദിവസത്തെ കാശ് പോക്കാം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിതാ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മൂന്നാറിൽ പോയി. നമ്മുടെ ബോർഡ് എക്സാം ഒക്കെ നടക്കുന്നിടം വരെയും നല്ല തിരക്കായിരുന്നു, കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് അഡ്മിഷൻ ടൈം ആകുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് കറങ്ങാനൊക്കെ പോയി, ഒന്ന് റിലാക്സ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത് നമ്മളുടെ അക്കാദമിക് ഇയറിലേക്കുള്ള പണികളൊക്കെ തുടങ്ങുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു കോപ്പറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ നാട് പല കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും സ്വർഗ്ഗമാണ്. നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പം ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്കറിയാൻ മേലാത്തത് എന്തുകൊണ്ടാണ് സ്വർഗ്ഗം അല്ലാത്തത്. അവിടെ ചെന്ന് നിന്ന സമയങ്ങളിൽ ഞാനത് നല്ലതായിട്ട് അനുഭവിച്ചതാണ്. ആ ഒരു എൻ്റെ ആ ഒരു തോട്ട് അല്ലെങ്കിൽ അവിടുത്തെ ജീവിതം അത്ര നല്ലതല്ല എന്നുള്ളത് പലരും ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് റിവേഴ്സ് മൈഗ്രേഷൻ ഡ്രാസ്റ്റിക്കായിട്ട് കൂടുന്നത്. ഇപ്പം കാക്കാശ്ശേരീസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവർക്ക് വേണമെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാം, അവർക്ക് അവിടെ PR വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷേ അവിടുത്തെ ലൈഫ് അത്ര വെർത്തല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അവർ പോലും തിരിച്ചു വരുന്നത്. തിരിച്ചു വരുന്നതല്ല, അവർ വേറെ സ്ഥലം നോക്കുന്നത്. അപ്പം ഒരിക്കലും നമ്മൾ കാനഡയിലോ അല്ലെങ്കിൽ UK സർവേ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ മോശമെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഇപ്പോൾ അവിടെ ആദ്യമായിട്ട് പോയ ചില കമ്മ്യൂണിറ്റികളുണ്ടാവും അല്ലെങ്കിൽ ആൾക്കാരുണ്ടാവും, അവർക്ക് കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. അവർക്കിപ്പം എൻ്റെ കൂടെ മനോരമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവളും വാങ്കൂവറിൽ തന്നെയാണ്. അവർ എന്നെക്കാട്ട് കുറച്ച് മുമ്പ് പോയതാണ്. അവരുടെ സിറ്റുവേഷൻ നമ്മളെക്കാട്ടിൽ ഭേദമാണ്. അപ്പോൾ അവർ PRൻ്റെ ഒരു പ്രോസസ്സിലോട്ടൊക്കെ എത്തി. അപ്പം അതുകൊണ്ട് അവർക്ക് അവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെ ഇപ്പോൾ പോകുന്ന ആൾക്കാരുടെ ആരുടെയും ലൈഫ് അങ്ങനെ ഒരു ബെറ്റർ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ അർത്ഥം എല്ലാവരുടെയും ലൈഫ് മോശമാകുന്നില്ല. എൻ്റെ ചാനലിലെ വീഡിയോയുടെ താഴെ തന്നെ പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, ഇത് ഞങ്ങൾ എങ്ങാനും തിരിച്ചു വരേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദേശത്ത് പോകുന്ന ആൾക്കാരെല്ലാം തിരിച്ചു വരും എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെ വന്ന ഒരുപാട് ആൾക്കാർ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്, അവർക്ക് അവിടെ കോണ്ടാക്ട്സുകളുണ്ട്, അതുകൊണ്ട് അവർ പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതല്ലെങ്കിൽ അവിടെ സർവേ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ സർവേ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരോട് കുറച്ചെങ്കിലും അനുതാപപൂർവ്വം പെരുമാറണമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എല്ലാവർക്കും എല്ലാ എബിലിറ്റിയും ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാവർക്കും അവിടുത്തെ ആ ഒരു തിക്തമായിട്ടുള്ള സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് കാണണമെന്നില്ല. അതിൻ്റെ അർത്ഥം അവർ ജീവിതത്തിൽ പരാജയമാണെന്നല്ല. അവർക്ക് അവിടുത്തെ ഇപ്പോൾ ഈ പറയുന്ന മാതിരിയുള്ള കോണ്ടാക്ട്സിൻ്റെ കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പം ഓൾറെഡി അവിടെ സെറ്റിൽഡായി അവിടെ നല്ല പോഷായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന തോറ്റവരോട് പഞ്ചപുച്ഛമായിരിക്കും. അവരെ സംബന്ധിച്ചൊന്നല്ല, പൊതുവേ മലയാളികളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. മലയാളികൾക്ക് വിജയിച്ച ആൾക്കാരുടെ സ്റ്റോറി മാത്രമേ താല്പര്യമുള്ളൂ, അല്ലാതെ പരാജയപ്പെട്ടവൻ്റെ സ്റ്റോറി അവർക്ക് താല്പര്യമില്ല. അവർക്ക് ഭയങ്കര പുച്ഛമാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഈ അവസ്ഥ ആർക്ക് വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ ഈ പറയുന്ന സർവൈവർ ബയസ് എന്ന് പറയുന്ന രീതി കാണിക്കാതിരിക്കാൻ നോക്കിയാൽ വളരെ നല്ലതാണ്. റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഹാർഡാണ്, നല്ല ഹാർഡാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ചു വരുന്ന ആൾക്കാരോട് അല്പമെങ്കിലും അനുതാപപൂർവ്വം പെരുമാറാൻ എല്ലാവരും ശ്രദ്ധിച്ചാൽ അവർക്ക് ഇനിയുള്ള കാലം സ്വന്തം നാട്ടിൽ പിടിച്ചു വയ്ക്കാൻ പറ്റും. അല്ലാതെ എല്ലാവരും കൂടി ചേർന്ന് അവരെ പുച്ഛിക്കുകയും തള്ളിപ്പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഞങ്ങളുടെ പോലെ മനക്കെട്ടി ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ആത്മഹത്യയിലേക്ക് വരെ അവർ സ്വീകരിച്ചു എന്ന് വരാം. കാരണം എല്ലാവരും കൂട്ടത്തോടെ ഒഴിവാക്കുകയും സംസാരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓൾറെഡി ഡെസ്പായിട്ടിരിക്കുന്ന ഒരു ഫാമിലി വേണമെങ്കിൽ ആ രീതിയിലൊക്കെ പോയെന്ന് വരാം. അപ്പം